സന്തോഷമുണ്ട്. ഈ ഷിംജിത എന്ന് പറയുന്ന ഒരാൾ വീഡിയോ ഇട്ടുകൊണ്ട് ഒരാൾ മരിക്കേണ്ടി വന്നു, ഇവിടുത്തെ ആണുങ്ങൾക്ക് സ്ത്രീകളോട് നിങ്ങൾ ശബ്ദം ഉയർത്തി പറയണമെന്ന് ഇവിടുത്തെ പെമ്പിള്ളേരോട് പറയാൻ വേണ്ടിയിട്ട് ഒരാൾ മരിക്കേണ്ടി വന്നു. പുരുഷന്മാർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്ത്രീകൾക്ക് നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് അയാൾ ചിലപ്പം എന്താ പറയാ, നമ്മൾ അയാളുടെ സാമീപ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് എന്താ ഒരു നല്ല ഒരാളാണോ സാമീപ്യം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാനൊരു പുരുഷന്മാർക്കും പറ്റുമോ? നിങ്ങളുടെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാത്രമേ ബാട്ടച്ചും ഗുട്ടച്ചും അല്ല, എനിക്കത് അറിയില്ലെന്ന് തെറ്റ്. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ഈ ഒരു വിഷയം അതിന്റെ ഉദ്ദേശം അറിയാം. ഇങ്ങനെ ക്യാമറ ആയിട്ട് വരുന്നവന്മാരെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ അറിയാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനെപ്പറ്റി റിയൽ ആയിട്ട് വരുന്നവരല്ല പറയുന്നത്, ഫേക്ക് ആയിട്ട് വരുന്ന പെൺകുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ പെൺ മനസ്സുകളെ കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. എടീ, വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. പോലീസ് അവനെ പിടിച്ചോണ്ട് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അത്രയേ ഞാനിവിടെ പറയുള്ളൂ. ഞങ്ങളിതെല്ലാം ഷിംജിത്ത് ചെയ്തില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. ആ ഷിംജിത്ത് ചെയ്യാത്തത് എന്തുകൊണ്ട്? അതാണ് നിങ്ങളുടെ ബയാസ്ഡ് ആയിട്ടുള്ള മൈൻഡ്. അതാണ് നിങ്ങളുടെ ബയാസ്ഡ് ആയ മൈൻഡ്. നിന്റെ ബയാസ്ഡ് ആയ എന്നാണുണ്ടോ നിങ്ങൾക്ക്? നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഇപ്പൊ CPM തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റപ്പം ആര്യ രാജേന്ദ്രൻ എല്ലാവരും കൂടെ വിളിച്ചു. ഞാൻ അത് ആര്യ രാജേന്ദ്രൻ ടൂള ഇട്ട് കൊടുത്ത പോലെ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. എന്റെ വീട്ടിലെ അമ്മയും അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വീട്ടിൽ ഇതുപോലെ ആണുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതുപോലെ എന്റെ അച്ഛൻ വിവാഹ തട്ടിപ്പുകാരായിരുന്നു. ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിച്ച് അവിടെ നിന്ന് സ്വത്ത് പൈസ ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങനെ പോകുക. ഓരോ ഇതുപോലെ പാവപ്പെട്ട വീട്ടിൽ എന്റെ അമ്മയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് പോയിട്ട് ചാരായ കൊളിപ്പിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ കുത്തി തുറന്ന സമരം, അങ്ങനെ അമ്മേനെ വാക്കത്തേക്ക് വെട്ടാനൊക്കെ വന്ന് അത്രയും ധൈര്യവതിയായിട്ടുള്ള ഒരു അമ്മയുടെ മോളാണ് ഞാൻ. എന്റെ അമ്മയുടെ 1% പോലും ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം എന്റെ അമ്മേനെ അറിയുന്ന ആൾക്കാർ അത് ഉഷയുടെ മോള് തന്നെ, അവൾ ഇങ്ങനെ വരത്തുള്ളൂ എല്ലാവരും പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് തന്തേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. ഇവിടെ നിന്ന് എനിക്ക് ഒരുപാട് വായനകൾ ഉണ്ടായിരുന്നു. വലിയൊരു ലൈബ്രറിയാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല വായനാശീലം നല്ലപോലെ. ആണുങ്ങളൊക്കെ ഫയർ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോഴേ പെൺകുട്ടികൾക്കും ഈ നമ്മുടെ കൗമാരത്തിൽ കാര്യങ്ങളെ പറ്റി അറിയാനുള്ള തോരെയുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും അവൈലബിൾ അല്ല പെൺകുട്ടികളുടെ. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആരോഗ്യമാസിക, മഴക്കാലത്തെ ലൈംഗികത, ഇതൊക്കെ കിട്ടുമല്ലോ. ഇതൊക്കെ വായിച്ചത് ഇതൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുവരും. അപ്പം ഇവള് നമ്മളെക്കാളും തറയടാ. സൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു സൃഷ്ടാവും വേണ്ട എന്നുള്ള സാധനം അത് കോമൺ ആയിട്ട് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷെ എനിക്ക് സയൻസ് പഠിച്ചപ്പോൾ അങ്ങനെ സൃഷ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. എന്റെ ഈ വളർച്ചയ്ക്ക് തറക്കല്ലിട്ട എന്റെ അച്ഛനെ നന്ദി.